വേസ്റ്റുകളൊക്കെ ധാരാളം കിടപ്പുണ്ട് കേട്ടോ. കുറെ എണ്ണൊക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടുണ്ട് സൈക്കിള്. ഓരോ സ്ഥലത്തോട്ട് വരുമ്പോൾ ബസ്സിന്റെ കളറ് മാറും, ബസ്സിന്റെ കമ്പനികൾ മാറും. അപ്പൊ നിങ്ങളിത് കണ്ട ജെഫ്രിയാണ് DJ വ്ലോഗ്സ്. നമ്മൾ ഇന്ന് ലെസ്റ്റർ വരെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണുള്ളത്. നമ്മളുടെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് അത് വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് UK വന്നിട്ട് ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണത്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ട്രെയിൻ യാത്രയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ കുറെ നാൾ കൂടിയിട്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ പോവാണ്. ഞങ്ങൾ താമസിക്കുന്ന കിർബി എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്, നോട്ടിംഗ്ഹാമിൽ. അപ്പം കിർബി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോട്ടിംഗ്ഹാം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ലെസ്റ്റർ ട്രെയിൻ പിടിച്ച് അങ്ങനെ 2 ട്രെയിൻ മാറുകയാണ് നമുക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മളുടെ വണ്ടി ലെസ്റ്ററിലൊന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് എടുക്കാൻ വേണ്ടി പോണ യാത്രയാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി. അങ്ങനെ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ കാർ പാർക്ക്. അത്യാവശ്യം വലിയ കാർ പാർക്കാണ് ഇവിടെ. അങ്ങനെ കാർ പാർക്കിന് ഫീസൊന്നുമില്ല. നമ്മള് നടന്നു തന്നെ വഴിയാണ്. അങ്ങനെ നമ്മൾ നടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. 9:21 നമ്മുടെ ട്രെയിൻ. പക്ഷെ നമ്മൾ ലേറ്റ് ആയി പോയി. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ ബോർഡ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് ട്രെയിനിന്റെ ടൈമും കാര്യങ്ങളും ഓരോ ദിവസം വെച്ചിട്ട് ഡെയിലി ടൈമിങ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ ടൈമിങ്ങും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈ റൂട്ട് ന്യൂസ്റ്റഡബി, ഹക്നലി, ബുൾവല്ലി, നോട്ടിംഗ്ഹാം ചെന്നിട്ട് വേണം നമുക്ക് അടുത്ത ട്രെയിൻ മാറി കയറിപ്പോവാൻ. അങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം നമുക്ക് തണുപ്പുള്ള സമയത്താണെങ്കിലും വിന്റുള്ള സമയത്താണെങ്കിലും ഇതിന്റെ അകത്ത് കയറി നമുക്ക് വിശ്രമിക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. നമ്മളിവിടെ വന്നപ്പം ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്യണമായിരുന്നു. പുള്ളി അപ്പം ട്രെയിൻ ലേറ്റ് ആയി പോയതുകൊണ്ട്, പുള്ളി ട്രെയിൻ മിസ്സായി പോയതുകൊണ്ട് പുള്ളി പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് വിജനമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് ട്രെയിനിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ട്രെയിൻ വന്നു പോയി ഗൈസ്. നല്ല തണുപ്പാണ് ഗൈസ്. 2 സൈഡിൽ കൂടി ഈ വെയിറ്റിംഗ് ഷെഡിന്റെ 2 സൈഡിൽ കൂടി ഓപ്പൺ ആയതുകൊണ്ട് ഡോറില്ല. കാറ്റൊക്കെ അടിച്ചിട്ട് ഭയങ്കര തണുപ്പ്. ഈ മഞ്ഞ ലൈനിന്റെ അപ്പുറത്തോട്ട് കയറാൻ പാടില്ലല്ലേ? ആ, ഫൈൻ വരും. അപ്പൊ ഗൈസ്, നമ്മളുടെ ട്രെയിൻ വന്നു. സ്ഥലം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ ഒരു മൈക്ക് മേടിച്ചിട്ടാ പോകുന്നത്. ദോശയും അതൊക്കെ നമുക്ക് പറ്റും. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? UK ട്രെയിൻ യാത്ര വളരെ മനോഹരമാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ ഹക്നൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി. തൊട്ടടുത്ത് ഇങ്ങനെ ട്രാമാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ നോട്ടിങ്ങാം റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മളുടെ ട്രെയിൻ അടുത്തത് പ്ലാറ്റ്ഫോം നമ്പർ 3A നിന്നാണ്. നമ്മളവിടുന്ന് പോന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കിട്ടി. നമ്മളെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ വീട്. ഞങ്ങൾ രണ്ടുപേരും ലെസ്റ്ററിലേക്കാണ് പോണത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ട്രെയിൻ ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊന്ന് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ സ്കൂട്ടർ ഹയർ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സൈക്കിള് എടുത്തിട്ട് പോവാം. ഇവിടെ ഇഷ്ടംപോലെ ബ്രാൻഡ് ഉണ്ട് കേട്ടോ. കുറെ എണ്ണൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് സൈക്കിള്. പക്ഷെ യൂബറിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങള് നോട്ടിങ്ങാമിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ക്യാമറ സ്റ്റോർ ഉണ്ടായിരുന്നു. എല്ലാ ക്യാമറയുടെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ നമ്മുടെ DJ-യുടെ മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം DJ-യുടെ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് കയറി നോക്കിയതാണ്. DJ-യുടെ ഗിംബലി പരിപാടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മൊബൈൽ ഗിംബലും സാധനങ്ങളൊക്കെ. കുറേ നാളായിട്ട് DJ ഓസ്മോ പോക്കറ്റ് 3 അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും 600 pounds ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ 475 ആണ് കാണിക്കണത്. അപ്പോൾ ഒരെണ്ണം ട്രൈ ചെയ്താലാന്നൊരാഗ്രഹം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ DJ ആയതാ ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീമൊക്കെ തപ്പിയിട്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഈ ട്രെയിനിൽ കയറാനാണ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ലെസ്റ്റർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇറങ്ങിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആക്ച്വലി എനിക്കറിയാൻ പാടില്ല. അപ്പം ഇറങ്ങിയിട്ട് 5 മിനിറ്റ് നടക്കാനുള്ളതെന്നാണ് എൻ്റെ അടുത്ത് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ ഇട്ടിട്ട് നടന്ന് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രെയിനിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പണി കിട്ടിയാനെ എന്ന് ടിക്കറ്റ് എടുത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ടിക്കറ്റ് സ്കാൻ ചെയ്യാതെ നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടിട്ടാണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് ലെസ്റ്റർ വരെ എത്തിയത് കേട്ടോ. ഇവിടെ ഫ്രണ്ട് ഈ ലെസ്റ്റർ റെയിൽവേ സ്റ്റേഷൻ വരെ ഉള്ളൂ. ഇവിടെ നിന്ന് പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ എൻ്റെ യാത്ര ഒറ്റക്കാണ്. എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പം നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ക്രിസ്മസിന് എന്താ പരിപാടി എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞൊക്കെ നടന്ന് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം ബൈ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞ്. നമ്മൾ ലെസ്റ്ററിൽ ഇറങ്ങിയിട്ട് റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 26 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ റോഡിലൂടെ നടക്കുമ്പോഴുള്ള യാത്രകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്.
അങ്ങനെ വലിയ കാര്യത്തിന് നല്ലൊരു ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൈക്ക് വർക്ക് ചെയ്യണ്ടെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് നടക്കുകയാണ് നിങ്ങളെ കാണുന്നത്. പക്ഷേ ഓഡിയോ റെക്കോർഡായില്ലെന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ആ സ്ഥലവും പാസ് ചെയ്ത് കഴിഞ്ഞ് 2 ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈ വഴിയിലെത്തിയപ്പം എനിക്ക് ശരിക്കും നമ്മളൊന്ന് ഫോർട്ട് കൊച്ചിയിൽ ബിനാലെ നടക്കുന്ന സമയത്ത് പോയൊരു ഫീലായിരുന്നു കേട്ടോ. അവിടുത്തെ ഫോർട്ട് കൊച്ചിയിലെ എല്ലാ മതിലുകളും പിള്ളേരും ഇതിൽ ബിനാലിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ചേർന്നിട്ട് ഫോർട്ട് കൊച്ചിയിലെ മതിലുകളൊക്കെ മനോഹരമാക്കിയിടുമായിരുന്നു. എന്തായാലും പരിചയമില്ലാത്ത വഴിയിലൂടെ നടക്കുന്നുണ്ട്. ഇതൊരു ഇടവഴി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ UK ട്രെയിനിൽ യാത്ര ചെയ്യണത് ഒറ്റക്ക്. നമ്മൾ ലെസ്റ്ററിലോട്ട് വരുന്നതും ആദ്യമായിട്ടാണ് ട്രെയിനിൽ വരുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഫുഡിന്റെ മണം കേട്ടോ. എന്താണെന്ന് അറിയാൻ പാടില്ല, KFC അതേപോലെ എന്തോ ഒരു ഫുഡിന്റെ മണം. നമ്മളിപ്പോ ഈ ഒരു സ്ട്രീറ്റിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുവരെ ഒരു ഇംഗ്ലീഷുകാരെ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. വീടുകളൊക്കെ എല്ലാം ഇങ്ങനെയുണ്ടോ, അടുത്തടുത്ത് ഒരുമിച്ചൊരൊറ്റ ലൈനിൽ ഒരു ലോഡ്ജുകളൊക്കെ പോലെ ഇവിടുത്തെ വീടിന്റെ ഒരു സ്ട്രക്ചർ. ഓരോ സ്ഥലത്തോട്ട് വരുമ്പോൾ ബസ്സിന്റെ കളറ് മാറും, ബസ്സിന്റെ കമ്പനികൾ മാറും. അപ്പൊ നിങ്ങളിത് കണ്ട, അങ്ങനെ നടന്ന് നമ്മള് വീണ്ടും ഒരു ഇടവഴിയിലെത്തി ഗൈസ്. ഇതേപോലെയുള്ള ചെറിയ ഒരുപാട് ഷോർട്ട് കട്ട്സുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തിച്ചേരാൻ പറ്റുന്നത്. വേസ്റ്റുകളൊക്കെ ധാരാളം കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് വേറൊരു സ്ട്രീറ്റിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ബിൽഡിങ്ങിന്റെ കളറൊക്കെ മാറി കേട്ടോ. ബ്രിക്കിന്റെ കളറ് മാറി, ആ ഒരു റെഡ് കളറിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഫൈനലി ഗൈസ്, അങ്ങനെ നമ്മളുടെ വണ്ടി പണിയാൻ കൊടുത്തേക്കുന്ന വർക്ക്ഷോപ്പിലെത്തി. ഏകദേശം അരമണിക്കൂർ എടുത്തിട്ട് നമ്മൾ നടക്കാനായിട്ട്. നമ്മുടെ മലയാളി വർക്ക്ഷോപ്പാണ്, നമ്മുടെ മലയാളി ചേട്ടനാണ് വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഞാൻ നടന്നപ്പോ നടന്ന് വിഷപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അധികം നടന്ന് ബുദ്ധിമുട്ടില്ല, നമ്മളുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മെറി റോഡ് മോട്ടോഴ്സ്, ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ വണ്ടി ഇവിടെ ഒന്നും കാണാനില്ല, അത് ചിലപ്പം പുറത്തായിരിക്കും. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു വർക്ക്ഷോപ്പാണ്, നമ്മുടെ ജോമോൻ ചേട്ടന്റെ വർക്ക്ഷോപ്പാണത് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളുടെ വണ്ടി കേട്ടോ, വോക്സോൾ സഫീറ. വണ്ടി പണിതൊക്കെ കുട്ടപ്പനാക്കി വിട്ടിട്ടുണ്ട്. അപ്പം ഇതെടുത്തിട്ട് നമുക്ക് തിരിച്ച് പോകണം. അപ്പൊ നമുക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. വണ്ടി ഓക്കെയാണ്, വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട്. സാധാരണ എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, സ്ട്രീറ്റ് പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ സ്ക്രാച്ചസ് ഒക്കെ വരൊരു പതിവാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വണ്ടി സെറ്റാണ്. അപ്പൊ ഫൈനലി കേസ് നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് ഇനി നമുക്കിവിടെ കുറച്ച് പർച്ചേസ് ഉണ്ട്. നമ്മള് വീട്ടിലേക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. അപ്പൊ നമ്മള് സാധാരണ നോട്ടിംഗ്ഹാമിലുള്ള ഫാൽക്കൺ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോകാറുള്ളത്. അപ്പൊ ലെസ്റ്ററിൽ വന്നത് കൊണ്ട് നമ്മൾ ലെസ്റ്ററിലെ ഫാൽക്കണിൽ പോയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആ ഷോപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യൻ സ്റ്റോറാണ്, അപ്പൊ അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പൊ നേരെ നമുക്ക് അവിടെ പോയിട്ട് വരാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മള് ഫാൽക്കൺ സ്റ്റോർ. നമ്മൾ അത്യാവശ്യം ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നത് ഇവിടെയാണ്, എപ്പോഴും അല്ല വല്ലപ്പോഴും. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഞാനൊന്ന് കയറി നിങ്ങളെ കാണിച്ചു തരാട്ടോ. നമുക്ക് അത്യാവശ്യം കുറച്ച് അരിയും സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതുണ്ട്. നമുക്ക് ട്രോളി അത്യാവശ്യമാണ്, അപ്പൊ നമുക്കൊരു ട്രോളി എടുത്തിട്ട് പോവാം. വിവിധതരം അച്ചാറുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ മാഗി ഇഷ്ടം പോലെ ഉണ്ട്. മാഗി 5 ബോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, 5 സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ £1 ഉള്ളൂ.
5 രൂപ. പിന്നെ പൊടികൾ, പഞ്ചസാര, പരിപ്പ്, പയറ് സാധനങ്ങളെല്ലാം കിട്ടുന്നത്. പിന്നെ നാട്ടിൽ വന്ന ഓരോ ബ്രാൻഡുകളുടെയും ഫ്രോസൺ ഐറ്റംസ്, സമൂസ, ഗ്രേറ്റഡ് കോക്കനട്ട്, ബീൻസ്, പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എല്ലാ സാധനങ്ങളും, പിന്നെ ഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും, ഫ്രോസൺ ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇത് പൊടികളുടെ ഏരിയയാണ് കാണുന്നത്. ജിഞ്ചർ ഗാർലിക്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഓയില്, നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം. അപ്പൊ അതെന്താന്ന് നോക്കട്ടെ. അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുള്ള ബിസ്ക്കറ്റ് ഐറ്റംസ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. കേക്ക്, ഈ ഒരു ഏരിയ മൊത്തം വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട്. ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ റൈസിന്റെ ഒരു വലിയ ശൃംഖല തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ ടൈപ്പ് ബ്രാൻഡ് റൈസുകളും, നമ്മുടെ അരിപ്പൊടികളും, ആശീർവാദിന്റെ ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളും ഇവിടെ അത്യാവശ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും കുറെ പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ചു. ട്രോളി കൊണ്ടുപോണ വഴിയിലെ കൂടെയൊക്കെ വണ്ടി വന്നിട്ടാണ്. അപ്പൊ നമ്മളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാടൊന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കുറച്ച് വെജിറ്റബിൾസും പിള്ളേർക്കുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പോകണം. അപ്പൊ ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് പോണ വഴി കാണാം. വണ്ടിക്ക് അത്യാവശ്യം ഡിക്കി സ്പേസ് ഉള്ളത് കൊണ്ട് അപ്പം എല്ലാം ഇങ്ങനെ പെറുക്കി വാരി ഇട്ട് കഴിഞ്ഞാൽ പടപടയെന്ന് പറഞ്ഞ സാധനങ്ങൾ നടക്കാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഈ വണ്ടിക്ക്. നമ്മൾ കുറച്ച് മുന്തിരി വാങ്ങിച്ചിട്ട് വൈനിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഓയിലകത്ത് വെക്കാം, അല്ലെങ്കിൽ ഓടിക്കളിക്കും. വെജിറ്റബിൾസ് ആണ് കൂടുതൽ. പിന്നെ മാങ്ങയൊക്കെ ഓഫറിൽ കിട്ടിയപ്പോൾ നമ്മൾ ജ്യൂസും അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ മേടിച്ചു. ക്യാബേജ് ഒക്കെ വെറുതെ ഭംഗിക്ക് മേടിക്കുന്നതാണ്, ഉപയോഗിക്കാൻ പറ്റുമെന്ന്. പിന്നെ ബിരിയാണി നമ്മുടെ മാസ്റ്റർ പീസ് ആയത് കാരണം ഒരു ലൈല ഗോൾഡിന്റെ ഒരു ലോങ് റൈസ്, ഒരു ബസുമതി റൈസും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രഷ് ഓറഞ്ച്, പിന്നെ കുറച്ച് മാഗി, കുറച്ച് ഒരു 3-4 പാക്കറ്റ് ലൈസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പർച്ചേസ്. അപ്പോൾ ഇനി നമ്മൾ മോട്ടോർ വേയിലൂടെയുള്ള നമ്മുടെ കാർ റൈഡാണ്. അപ്പോൾ മോട്ടോർ വേയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ മുകളിലൊരു ബോർഡിൽ 60 എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചില്ലേ, അത് ഈ റോഡിലെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി കാണിച്ചിട്ടിരിക്കുന്നത്. ഓരോ ഏരിയ കഴിയുമ്പോഴും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ തിരക്ക് വരുമ്പോൾ അവിടുത്തെ റോഡിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ വണ്ടിയുടെ വേഗത കുറച്ച് നമ്മൾ ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. മുന്നിൽ എവിടെയെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ റോഡിൽ തിരക്കോ ഉണ്ടെങ്കിൽ റോഡിലൂടെ യാത്ര ചെയ്യുന്ന വണ്ടികളുടെ സ്പീഡ് കുറച്ച് അവർ മുന്നേ തന്നെ തിരക്കുകൾ കുറക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് സ്പീഡ് ബ്രേക്കർ വെച്ചിട്ട് സ്പീഡ് ലിമിറ്റ് കുറച്ച് കൊണ്ടുവരും. ഈ മോട്ടോർ വേയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം ഇവിടുത്തെ മോട്ടോർ വേയിലൂടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70 മൈലാണ്. അപ്പോൾ നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പം ഇത് വല്ല ആക്സിഡൻറ്റ് സീനോ വലിയ ബ്ലോക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരിത് 60 മൈലാക്കിയിട്ട് അത് 50 മൈലാക്കി, പിന്നെ 40 ആക്കി, അങ്ങനെ സ്പീഡ് കുറച്ച് റോഡിലെ തിരക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടുവരും. ശരിക്കും നമ്മൾ മോട്ടോർ വേയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലൈനാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ.
റൈറ്റ് സൈഡിലെ ട്രാക്കുകൾ നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ വേണ്ടിയിട്ടാണ്. ഓവർടേക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ കൂടി ഓടിക്കണം എന്നാണ് ഇവിടുത്തെ നിയമം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടെത്താറായതുകൊണ്ട് വണ്ടിയിൽ ഡീസൽ കുറവായതുകൊണ്ട് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ പമ്പിൽ പോയിട്ട് ഡീസൽ അടിക്കാനാണ് പതിവ്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പമ്പ് ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡീസലിന് ഓരോ പമ്പിലും മോട്ടോർവേസിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ പല റേറ്റാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കാണിക്കുന്നത്. ഞാനെപ്പോഴും സ്ഥിരം ഏറ്റവും റേറ്റ് കുറഞ്ഞ പമ്പിൽ നിന്നാണ് ഡീസൽ അടിക്കുന്നത്. അപ്പോൾ ആ പമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്രയും റോഡ് യാത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. UK എനിക്ക് കാണാൻ പറ്റുന്നതും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നതുമായ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ UK ഞങ്ങളുടെ നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നിങ്ങളെ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്, കൂടെ ആ ബെല്ലൈക്കണും ഒന്ന് അടിച്ചിട്ടേക്കട്ടാ. നിങ്ങൾക്കറിയാമോ, ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇവിടുത്തെ റോഡിൻ്റെ ചില റോഡുകളുടെ സ്പീഡ് ലിമിറ്റ് എന്ന്. സ്ട്രീറ്റ് ലൈറ്റുകളുള്ള ചെറിയ റോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ഭാഗങ്ങളിലെ സ്പീഡ് ലിമിറ്റ് 30 മൈലാണെന്ന്. നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് യാത്രകൾ കാറിൽ ചെയ്തിട്ടുണ്ടെങ്കിലും UK വന്നപ്പോഴാണോ നമ്മൾ സേഫ്റ്റിയാണ് റോഡിലൂടെ വണ്ടി ഓടിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. UK ഇപ്പോൾ ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങും. അതുകൊണ്ടാണ് നമ്മളുടെ ഈ വീഡിയോയിൽ ഇരുട്ടായിട്ടിരിക്കുന്നത്. നിങ്ങളാരെങ്കിലും ഇപ്പോൾ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഈ ഡ്രൈവ് ചെയ്യുന്ന വഴികളിൽ എന്തൊക്കെ റോഡ് മാർക്കിങ്സും എന്തൊക്കെ സൈഡിലെ സിഗ്നൽസും റോഡ് സൈഡിലെ സിഗ്നൽസും സേഫ്റ്റി സിഗ്നൽസും ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? UK ആളുകൾ ഡ്രൈവിംഗ് പഠിക്കാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പം റോഡിലെ സിഗ്നൽസും റോഡിലെ മാർക്കിങ്സും റോഡ് സൈഡിലുള്ള സൈൻ ബോർഡ്സും എല്ലാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ യാത്ര ഈ പമ്പിൽ വരെ എത്തി നിൽക്കുകയുണ്ടോ. ഇവിടെ വെച്ച് എൻ്റെ വീഡിയോ തീർന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, UK നമ്മളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മുടെ കൂടെ പിടിക്കോ. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് DJ ജെഫ്രി വ്ളോഗ്സ്, DJ വ്ളോഗ്സ് എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ പേര്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. DJ വ്ളോഗ്സ്.